കളി കാണാൻ പോരണോന്ന്. ഞാനോ? ആ കാക്ക ഞാനുണ്ട്. വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റിട്ട് വാ. എങ്ങനത്തെ കുരിപ്പിനെന്ന് പറഞ്ഞ സെറ്റാക്കുക. കാക്കു പറ, ആരാള്? എന്റെ കൂടുള്ള രഹനയോ അതോ ഒന്ന് കല്യാണത്തിന് കണ്ട സുർമിയോ? ഓരോ കളിക്കാനല്ലേ ഈ കൈക്കൂലിയും പഞ്ചാരൊക്കെ. ചോക്ലേറ്റ് ഷേക്ക്, വത്തക്ക ജ്യൂസ്. സുർമ അതൊന്നുമല്ല. എന്നെ വേറെ വലിയൊരു കാര്യമുണ്ട്. ഈ വീട്ടിലെ ടിവിയുടെ മുന്നിൽ കറന്ന് പറയണ മാതിരി ഒരു കമന്ററി പറയണം. കമന്ററിയോ? നമ്മളെ ടൂർണമെന്റിൽ കമന്ററി പറയാൻ അൻസാറില്ല. ജബ്ബാറിനാണ് ഈ പറക്കാലി. ആകെ പെട്ടമായില്ല. ഈ ഒന്ന് സഹായിക്കണം. വെച്ചാ ഈ വന്ന അനൗൺസ്മെന്റും കമന്ററിയൊക്കെ ഒന്ന് പറയണം. പിന്നെ കമന്ററി ബായത്തൊന്ന് വിളിച്ചു പറയുന്നല്ലേ കമന്ററി. അതോ അത്ര ആൾക്കാർ വരുന്നോടത്ത് അതൊന്നും കുഴപ്പമുള്ള കാര്യല്ല. അവിടെ ഓഫീസുമാരുള്ള ഒരു സാധനം കെട്ടിയിട്ടുണ്ട്. ഈ അതിന്റെ ഉള്ളിൽ ഇരുന്ന് എന്നെ ആരും കാണൂല. ഈ ഒന്ന് നോക്ക്, ക്ലിക്കായ സംഭവം പൊളി. നടക്കൂല കാക്കാൻ, നടക്കൂല. എന്തേലും അബദ്ധം വിളിച്ച് പറഞ്ഞിട്ട് വേണം നാണക്കേടാവാൻ. ഫുട്ബോളിന് കമന്ററി ഞാൻ ആര് ഷൈജു ദാമോദരനാ? ചെലമ്പച്ചിന്ന് മലപ്പുറം ജില്ല ഏറ്റെടുക്കാനായിരിക്കും. എന്റെ പൊന്നാരെ പാത്തു എനക്ക് പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ നാണക്കെടാണ്. കുഴപ്പമില്ല. നോക്ക്, സമയാവാൻ പോണ്. ഈ ചുള്ളിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എഴുത്തുകാരല്ലേ, അയാളും മുഹമ്മദ് റാഫിയൊക്കെയാണ് ഉദ്ഘാടനം. റാഫിക്കേ? നമ്മുടെ മുഹമ്മദ് റാഫിക്കേ? മൂപ്പരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. അച്ഛൻ ഞാൻ വരാം. ഒരു സെൽഫിയാ? 10 സെൽഫി എനിക്ക് എടുക്കാം. സ്പോൺസർ ചെയ്യുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ കൊന്ന് കൊല വിളിക്കാനെത്തുന്നു. എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഇന്നത്തെ ഫുട്ബോൾ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുവിങ്ങിലൂടെ ഇടതടവില്ലാതെ ഇടിച്ചു കയറി ഇടം വലം കാലുകൊണ്ട് കാഞ്ചി വലിച്ച് ഇടത്തെ ഷോട്ടുകൾ പായിച്ച് എതിരാളിയുടെ ഇടനെഞ്ച് തകർത്ത് പടവെട്ടി പോരാട്ടം നടത്താൻ സൂപ്പർ ബോയ്സ് മലപ്പുറം സംഘടിപ്പിക്കുന്ന പ്രീ സീസൺ ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കം കുറിച്ച് ടീ ടൈം പെരിന്തൽമണ്ണയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അഖിലേന്ത്യൻ സെവൻസിന്റെ പൊന്നും വിലയുള്ള മിന്നും താരങ്ങൾ മാത്രമല്ല, അതുക്കും മേലെ കാൽപന്ത് കളി വെന്തുമറിയുന്ന ഒരു ബിരിയാണി ചെമ്പായി മാറാണ് ഉമ്മടി മൈതാനം. ഈ ഗാലറിയിലെ 5000 ചങ്ങുകളും ഗോൾ ഗോൾ എന്നാർത്ത് വിളിക്കാൻ ഒരുങ്ങി നിൽക്കാണ്. നിങ്ങൾ ശ്വാസം നീട്ടിവിട്ടോളി. ആവേശപ്പോരിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. ഇടത് വലത് വിങ്ങിലൂടെ ഏത് കൊമ്പന്മാരും മണ്ണ് കുളിക്കുക എന്നാലും ഓരൊക്കെ തളച്ചിടാൻ കാൽപന്തിന്റെ 19ാമത്തെ അടവും പായ്ച്ചണ മലപ്പുറത്തിന്റെ കുങ്കിയാനകളായ വീരന്മാർ ഏറ്റുമുട്ടണം. അഖിലേന്ത്യൻ സെവൻസിന്റെ തങ്കക്കപ്പുകളിൽ പലതവണ ചുണ്ടുമുട്ടിച്ച ഫുട്ബോൾ ടീമുകൾ, ആ ടീമുകളുടെ പടകൾ ഇറങ്ങിക്കഴിഞ്ഞു. വരിക, ഫുട്ബോൾ കളിച്ച് ഈ വെളിച്ചത്തിലേക്ക് വരിക. കൽവും കാലും ഒരുപോലെ പന്ത് തൊടണം കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം മുഴങ്ങിയത്. പന്തിന് കാൽ കൊണ്ടൊരു മുത്തം പോലെ കുട്ടന്റെ കിക്ക് ഓഫ്. സുഡാനി താരം ബെല്ലാക്കിന്റെ കാലിലേക്ക് പാസ്. ബെല്ലാക്കിൽ നിന്ന് ആഷിഖ് ഉസ്മാന്റെ ബൂട്ടുകളിലേക്ക്. ജിന്നോ മനുഷ്യനോ എന്നറിയാത്ത പോലെ വേഗം കൊണ്ടൊരു മീത്താരി കാണിച്ച് 3 പ്രതിരോധക്കാരെ വെട്ടിപ്പാഞ്ഞ് മുന്നോട്ട് പോവാൻ നോക്കണ ആഷിക്ക പന്ത് വായന കണ്ട് ഇരിപ്പുറയ്ക്കാതെ ഗാലറിയിലുണ്ട് റാഫിക്ക. അതാ വമ്പന്മാര് കൊമ്പ് കുലുക്കി പായണ പോലെ സൂപ്പർ സ്റ്റുഡിയോ പായണം. വീണ്ടും ബെല്ലാക്ക്. അതാ നോക്കി കണ്ണെത്തുന്നിടത്ത് ബോളെത്തിക്കുന്ന സുഡാനിയുടെ കാൽവേഗത്തിൽ ഒരു മുന്നേറ്റം. തുളുനാടൻ വായ്ത്താരി ചൊല്ലി മറിയണ പോലെ ബൂട്ടിട്ട കാലുകൾ മറിയണ. എന്നിട്ടും ടീ ടൈമിന്റെ കൊട്ട പൊളിയുന്നില്ല. പോർക്കളം തിരിച്ചു പിടിക്കുന്ന സമുറായി പോരാളിയെ പോലെ കുതിച്ചു കയറി ടീ ടൈം. കളി തിരിച്ചു പറയുന്നു. പന്തുമായി ടീ ടൈം ഇരമ്പിക്കായിരുന്നു. 14 പേർ തൊട്ട ആ പന്തല്ല ഇത് ഗോളിലേക്ക്. ഇനിയിപ്പോ സീസൺ ആയല്ലോ. സെവൻസ് ആണ് അതിന്റെ ഒരു ഹരം. മലപ്പുറത്തുണ്ടെങ്കിൽ മിസ് ചെയ്യാറില്ല. നിങ്ങളുടെ ടൂർണമെന്റ് കസറി, പ്രത്യേകിച്ച് ഇവളുടെ കമന്ററി. കൽബും കാലും പന്ത് തൊടുന്ന കിക്ക് ഓഫീസിൽ എന്നൊക്കെ പറയുക അസലായി. അത് ഇവളോടൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. രാമായണത്തില് എഴുത്തച്ഛന്റെ ഒരു വരിയുണ്ട്: വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ. അതായത് കടലിലെ ഒടുങ്ങാത്ത തിരമാലകൾ എന്ന പോലെ വാക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി കുതിച്ചെത്തണമെന്ന്. എല്ലാ എഴുത്തുകാരുടെയും മോഹമാണത്. അതുപോലൊരു അനുഗ്രഹം തനിക്കുണ്ടാവട്ടെ. ശരി. ശരി.